നമസ്കാരം. കോവിഡിന്റെ കറുത്ത കരങ്ങൾ നൽകിയ ദുരന്തം മാഞ്ഞു എന്ന് വിശ്വസിച്ചിരിക്കെ വീണ്ടും ഇടുത്തിയായി മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കോവിഡിനെ തുരത്താനായി കൊണ്ടുവന്ന വാക്സിൻ എടുത്തവർക്ക് ഒരു വലിയ ആശങ്ക സമ്മാനിച്ചുകൊണ്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. വാക്സിൻ ഡ്രൈവ് നടത്തി എല്ലാവരും വാക്സിൻ എടുക്കുക എന്ന തീരുമാനത്തിലേക്ക് രാജ്യം എത്തിയതും ഈ മഹാവ്യാധിയെ തുടച്ചു നീക്കുക, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് മുൻനിർത്തിയാണ്. എന്നാൽ ഇപ്പോൾ ഈ വാക്സിൻ കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച ആസ്ട്രാസെനക്ക കമ്പനി കോടതിയിൽ ഒരു നിർണായക വിവരം പങ്കുവച്ചിരിക്കുകയാണ്. വാക്സിൻ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വാക്സിൻ നിർമ്മാണ കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപൂർവ സാഹചര്യങ്ങളിൽ മസ്തിഷ്ക ആഘാതം, ഹൃദയസ്തംഭനം എന്നിവ ഉണ്ടായേക്കാമെന്നാണ് ആസ്ട്രാസെനക്ക യുകെയിലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ആസ്ട്രാസെനക്ക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ചു വിതരണം ചെയ്തത്. വാക്സിൻ എടുത്ത ശേഷം നിരവധി പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി യുകെയിൽ നിരവധി ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വാക്സിൻ എടുത്തതിനെ തുടർന്ന് മരണങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു എന്ന തരത്തിൽ ഫയൽ ചെയ്ത 51 കേസുകളിലെ ഇരകൾ 100 ദശലക്ഷം പൗണ്ട് വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും വിവരമുണ്ട്. 2021 ജാമി സ്കോട്ടിൻ എന്ന വ്യക്തി വാക്സിൻ എടുത്തതിനെ തുടർന്ന് മസ്തിഷ്ക ആഘാതം സംഭവിച്ചുവെന്നും ഇദ്ദേഹത്തിന്റെ രക്തം കട്ട പിടിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തത്. അദ്ദേഹത്തിന്റെ രക്തം കട്ട പിടിച്ചുവെന്നും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു എന്നതടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഇതൊരു നിയമ പോരാട്ടങ്ങളുടെ തുടക്കമായിട്ട് വേണം പറയാൻ. പക്ഷേ അന്ന് പരാതിക്കാരന്റെ ആരോപണങ്ങളെ ആസ്ട്രാസെനക്ക കമ്പനി ശക്തമായിട്ട് എതിർത്തിരുന്നു. എന്നാൽ പിന്നീട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വാക്സിൻ എടുത്ത ആളുകളിൽ ചുരുക്കം ചിലരിൽ അപൂർവമായി രക്തം കട്ടപിടിക്കാനും മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പാർശ്വഫലം ഉണ്ടാകുമെന്ന സ്ഥിരീകരണം കമ്പനി നൽകുന്നത്. അതേസമയം കോവിഷീൽഡ് വാക്സിൻ എടുത്ത അപൂർവം ആളുകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് രക്തം കട്ടപിടിക്കുന്നതിനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനും കാരണമാകുന്ന TTS, അതായത് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം, അത് ഉണ്ടാകും എന്ന് കമ്പനി സമ്മതിച്ചിട്ടുള്ളത്. കമ്പനിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമാകുമെന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. അതായത് കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന് ആദ്യമായിട്ടാണ് കമ്പനി സമ്മതിക്കുന്നത് എന്നതും എടുത്തു പറയണം. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചിട്ടാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത്. പല പേരുകളിൽ ആഗോളതലത്തിൽ തന്നെ ഈ വാക്സിൻ വലിയ രീതിയിൽ ഉപയോഗിച്ചിരുന്നു. പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്കായിരുന്നു നമ്മുടെ രാജ്യത്ത് ആസ്ട്രാസെനക്കയുടെ കോവിഡ് വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള ലൈസൻസ്. ഇന്ത്യയിൽ 175 കോടി ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് കുത്തിവയ്പ്പിനായിട്ട് ഉപയോഗിച്ചത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ലോകത്ത് കോവിഡിന്റെ അലയൊലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഒഴിയാബാധയായി ഇപ്പോഴും കോവിഡ് നമുക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്തകളൊക്കെയും. വാക്സിൻ കോവിഡിനെ പ്രതിരോധിക്കാൻ എടുത്ത ആളുകൾക്ക് ഇപ്പോൾ അത് വലിയൊരു ആശങ്ക സമ്മാനിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലോകത്ത് കോവിഡിന്റെ നെടുവീർപ്പുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോവിഡിന്റെ ശേഷിപ്പുകൾ വീണ്ടും മനുഷ്യനെ കാർന്നു തിന്നുന്നു എന്നത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. അതായത് കോവിഡാനന്തരമുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ ആളുകളിൽ കൂടുന്നു എന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് ഇന്ത്യക്കാരിലാണ് എന്നും പറഞ്ഞിരുന്നു. മറ്റു രാജ്യങ്ങളിലെ ആളുകളെയൊക്കെ അപേക്ഷിച്ചിട്ട് ഇന്ത്യക്കാരിൽ ഈ പറഞ്ഞ പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായിട്ട് വളരെ രൂക്ഷമായിട്ടുണ്ടെന്നും പഠനങ്ങളിൽ പറയുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെയും ചൈനയിലെയും ജനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്കാരിലാണ് ഈ പറഞ്ഞ കോവിഡാനന്തര പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇത് വലിയ ചർച്ചകൾക്കും വഴിതെളിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം എന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങളും ഇപ്പോൾ തകൃതിയായി നടക്കുന്നുമുണ്ട്. കോവിഡ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, തകരാറുകൾ വലിയ രീതിയിൽ ആളുകളെ ബാധിക്കുന്നുണ്ട്. അതിപ്പോഴും മാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ആളുകളിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രകടമാകുന്നത്. ചിലർക്ക് ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മറ്റു ചിലരിൽ ശ്വാസകോശം ദ്രവിച്ചു പോകുന്നു, നീർക്കെട്ടുണ്ടാകുന്നു, കിതപ്പുണ്ടാകുന്നു. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ആളുകളെ പിന്തുടരുകയാണ്. കോവിഡ് വന്ന പ്രമേഹ രോഗികൾക്കും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. നേരത്തെ പ്രമേഹം ഇല്ലാത്ത ആളുകളിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതായിട്ട് കാണുന്നു. ഇതൊക്കെ വലിയ ആശങ്കകൾക്കാണ് വഴിതെളിക്കുന്നത്. ഈ പറഞ്ഞ കോവിഡിന്റെ SARS-CoV-2 വൈറസ് അണുബാധ ശ്വാസകോശത്തിൽ 2 വർഷം വരെ നിലനിൽക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ അതിനുശേഷവും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. നേച്ചർ ഇമ്മ്യൂണോളജി ജേണലിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് വലിയ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ചുള്ള വിശദമായ പഠനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഈ ഒരു അണുബാധ അല്ലെങ്കിൽ കോവിഡിന്റെ ശേഷിപ്പുകൾ ഇനി ഉണ്ടോ എന്നൊരു തോന്നൽ വലിയ രീതിയിൽ ഉണ്ടാകും. കോവിഡിന്റെ അണുബാധയ്ക്ക് ശേഷം 18
18 മാസം വരെ ചില വ്യക്തികളുടെ ശ്വാസകോശത്തിൽ SARS-CoV-2 കാണപ്പെടുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ മിക്ക ആളുകളിലും പ്രതിരോധ ശേഷി വലിയ രീതിയിൽ കുറയുന്നുണ്ട്. അണുബാധ ഉണ്ടായതിനു ശേഷം ചില വൈറസുകൾ ശരീരത്തിൽ സൂക്ഷ്മമായും അതേപോലെ തന്നെ കണ്ടെത്താനാകാത്ത വിധത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി വൈറസ് ബാധിച്ച മൃഗങ്ങളുടെ മാതൃകകളിൽ നിന്നുള്ള ജൈവ സാമ്പിളുകൾ പഠനം വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ തകൃതിയായിട്ട് പഠനങ്ങൾ നടക്കുന്നുണ്ട് കോവിഡിന് ശേഷവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ വളരെയധികം ഇരട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർണായകമായ നീക്കങ്ങൾ നടത്തിയേ തീരൂ. കൃത്യമായ പഠനങ്ങൾ നടത്തി വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കോവിഷീൽഡ് വാക്സിന്റെ ഉപയോഗം ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് കമ്പനികൾ നൽകുന്ന വിശദീകരണവും ആശങ്കകൾക്കാണ് വഴിതെളിക്കുന്നത്. പക്ഷേ അതിനും തക്കതായ മറുവാദങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കോവിഡിന്റെ ശേഷിപ്പുകൾ എത്രയും പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകാൻ ഇടവരട്ടെ. ആളുകൾക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.